കഴിഞ്ഞ ദിവസം ഞാൻ ബജാജ് അലയൻസ് ലൈഫിൻ്റെ ഒരു ന്യൂ ഫണ്ട് ലോഞ്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഈ വരുന്ന ഫെബ്രുവരി 14 വരെ, അതായത് നാളെ വരെ നിക്ഷേപിക്കാൻ കഴിയുന്ന ബജാജ് അലയൻസ് ലൈഫിൻ്റെ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി 50 ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ. വലിയ തുകയൊന്നും മാസം തോറും നിക്ഷേപിക്കാൻ പറ്റാത്തവർക്ക് മാസം തോറും ഒരു 2000 രൂപയൊക്കെ നിക്ഷേപിച്ച് തുടങ്ങാവുന്ന ഒരു ഫണ്ടായിരുന്നു അത്. എന്നെ വില വെറും 10 രൂപ എന്ന പോലെ നമുക്ക് അതിൽ യൂണിറ്റുകൾ ലഭിക്കും. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ട പല ആളുകളും ധാരാളം സംശയങ്ങൾ ചോദിച്ചിരുന്നു കമൻറ്റുകളായിട്ട്. അപ്പോൾ അങ്ങനെ വന്ന കമൻറ്റുകളിൽ നിന്നും കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണിത്. ഇതൊരു മ്യൂച്വൽ ഫണ്ടല്ല. നിങ്ങൾ മാസം തോറും നിക്ഷേപിക്കുന്ന തുകയുടെ 120 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് നൽകുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ നിന്നും നല്ലൊരു റിട്ടേൺ കൂടി നൽകുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാനാണിത്. നമ്മൾ ഈ 90% ആളുകൾക്കും ഇൻഷുറൻസുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ നിക്ഷേപം പോലും ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുമെന്ന്. പക്ഷേ മിക്കവർക്കും മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് യാതൊരു പിടിപാടുമില്ല. ഇപ്പോൾ ചില ആളുകൾ പറയും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും വെവ്വേറെ ആയിരിക്കണമെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ വെവ്വേറെ പ്ലാനുകളിൽ നിക്ഷേപിക്കാൻ മാത്രം വലിയ തുകയൊന്നും ഒരു സാധാരണക്കാരന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വലിയ തുകയൊന്നും മാറ്റിവെക്കാനില്ലാത്തവർക്ക് മാസം തോറും 2000 രൂപ അല്ല ഒരു ചെറിയ തുകയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതേസമയം ഇൻഷുറൻസും കൂടി സാധ്യമാകുന്ന പ്ലാനാണിത്. അപ്പോൾ ഇതിൽ നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാസം തോറും 2000 രൂപയൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലിങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും. പക്ഷേ ഓർക്കാട്ടോ, ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതായത് നാളെയാണ് ഇതിൻ്റെ എൻഡ് ഡേറ്റ്. സാധാരണക്കാരൻ എപ്പോഴും ബാങ്കിലാണ് പണം സേവ് ചെയ്യുക. ബാങ്കിലാണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7% ഒക്കെയാണ് മാസം നമുക്ക് റിട്ടേൺ കിട്ടുക. നമുക്കറിയാം ഈ അടുത്ത് വീണ്ടും പലിശ കുറച്ചിട്ടുണ്ട്. ഈ 6 7 കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ്? തീർച്ചയായിട്ടും അതിനേക്കാളേറെയൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലാനാണിത്. ഇതിൽ നിങ്ങൾക്ക് ബാങ്കിനേക്കാൾ റിട്ടേൺ സാധ്യതയോടൊപ്പം തന്നെ മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഫണ്ടാണിത്. ബാങ്കിൽ നിന്നും മാക്സിമം റിട്ടേൺ കിട്ടുന്ന ഡിപ്പോസിറ്റുകൾക്കോ അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന തുകയ്ക്കോ ഒന്നും തന്നെ ടാക്സ് ബെനിഫിറ്റ് ഇല്ല. എന്നാൽ ഇവിടെ നമ്മൾ മാസം തുറക്കുന്ന പ്രീമിയത്തിനും അതുപോലെ നമുക്ക് മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ വലിയ തുകയ്ക്കും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഴയ ടാക്സ് ലാഭം പിന്തുടരുന്നവരില്ലേ അവർക്ക് വളരെയേറെ സഹായകരമാണ്. ബാങ്കിലെ ഡിപ്പോസിറ്റുകൾക്കും അതുപോലെ മ്യൂച്വൽ ഫണ്ടിനും ഇല്ലാത്ത മറ്റു ചില പ്രത്യേകതകൾ കൂടി ഇതിനുണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെ കഴിഞ്ഞാൽ നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് ഇവിടെ കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപകനെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ തുടർന്ന് അയാൾ അടയ്ക്കേണ്ട പ്രീമിയം എല്ലാം അയാൾക്ക് വേണ്ടിയിട്ട് കമ്പനിയാണ് അടയ്ക്കുന്നത്. എന്നിട്ട് മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുകയില്ലേ അത് നോമിനിക്ക് കമ്പനി കൈമാറും. ഇത് ബാങ്കിലെ ഡിപ്പോസിറ്റിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നും സാധിക്കില്ല. ശരിയല്ലേ? അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഈ ഒരു ട്രിപ്പിൾ ബെനിഫിറ്റ് എത്രമാത്രം സഹായകരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫണ്ട് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡുമാണ്. മ്യൂച്വൽ ഫണ്ടിൽ അത് സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിരവധി ഗുണങ്ങൾ ഈ ഒരു ഫണ്ടിനുണ്ട്. ഇനി ഇതിൻ്റെ റിട്ടേൺ സാധ്യത എത്ര മാത്രമെന്നാവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. മാർക്കറ്റിൽ ടോപ്പായിട്ടുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള 500 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിലെ മൊമെൻറ്റം ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ 50 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ഭാഗം അവർ നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഈ ഒരു ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 22.9% റിട്ടേണും ലാസ്റ്റത്തെ 5 വർഷം 30.7% റിട്ടേണും നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഈ ഒരു ഇൻഡെക്സിൽ നിങ്ങളൊരു തുക നിക്ഷേപിച്ചിരുന്നു എങ്കിൽ ഇന്നത് നിങ്ങൾക്ക് 7.9 ഇരട്ടിയായിട്ട് തിരികെ കിട്ടിയേനെ. ഞാനിവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ സാധ്യത മാത്രമാണ്. ബജാജ് അലയൻസ് ലൈഫിൻ്റെ ഈ ഒരു ഫണ്ട് ഈ ഒരു ഇൻഡെക്സിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനും അതേ രീതിയിലുള്ള ഒരു വളർച്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ 10 വർഷത്തെ റിട്ടേൺ സാധ്യത മാത്രമാണ് സൂചിപ്പിച്ചത്. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളൊരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്ന് സങ്കല്പിച്ച് നോക്കൂ. മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണെങ്കിലും നമുക്ക് തീർച്ചയായും നല്ലൊരു റിട്ടേൺ തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ 10-15 വർഷത്തെ ഒരു പെർഫോമൻസ് എടുത്തു നോക്കിയാൽ എന്നും അത് ഉയരങ്ങളിലേക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാം. കൂടാതെ വരുന്ന 5 വർഷം കൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയിൽ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തന്നെ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ചിലരുടെ വിചാരം ഇന്ന് ഇതിൽ ക്യാഷ് ഇട്ടിട്ട് അടുത്ത മാസം ലാഭമാകുമ്പോൾ അങ്ങോട്ട് എടുത്തു കളയാമെന്നാണ്. അങ്ങനെ വിചാരമുള്ളവർ ആരും തന്നെ ഇതിൽ ഫണ്ട് ഇടണ്ട. അതുപോലെ നാളെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫണ്ടും ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ 5 അല്ലെങ്കിൽ 10 വർഷം തുടർച്ചയായിട്ട് പ്രീമിയം അടയ്ക്കുന്നു. അതിനുശേഷം ഒരു 15-20 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു.
ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ റിട്ടേൺ തന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് ഫണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ 5 വർഷത്തിന് മുമ്പ് എടുത്തതിനാൽ നിങ്ങൾ ലാഭം ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ പ്രവാസികളായിരുന്നു നിങ്ങളെങ്കിൽ മാസം തോറും ഒരു 18,000 എന്ന തോതിലൊക്കെ ഒരു 10 വർഷം തുടർച്ചയായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നാട്ടിൽ സെറ്റിൽ ആവുന്ന ഒരു സമയത്ത് ഒരു 10-20 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ റിട്ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ വലിയൊരു തുക തന്നെ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയാളി തന്നെ നിങ്ങളെ വിളിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും പ്രത്യേകം ഓർക്കട്ടെ, ഒരു ദിവസം കൂടി ഇതിൽ നിക്ഷേപിക്കാൻ ബാക്കിയുള്ളൂ. അതായത് നാളെ വരെ മാത്രമേ ഇതിന് അവസരമുള്ളൂ.